ഒരിക്കലും പൂട്ടിയിടാറില്ല. പണ്ട് കാലത്ത് എന്റെ കുട്ടിക്കാലം മുതൽ എനിക്കിപ്പോ 63 വയസ്സായി, എന്റെ ഓർമ്മ വെച്ച മുതൽ ഇത് പൂട്ടിയിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഓരോ സമയത്ത് ആൾക്കാർ വന്ന് ആർക്കാച്ച വന്ന് തൊഴാം. സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് തോട്ടര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. തോട്ടര ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടില് കടമ്പഴിപ്പുറത്ത് നിന്നും മണ്ണമ്പറ്റ റൂട്ടില് ഒരു 3 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത മനോഹരമായ പ്രകൃതി രമണീയമായ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അതുപോലെ മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടില് ശ്രീകൃഷ്ണപുരത്ത് നിന്നും ഒരു 3 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താലും ഈ മണ്ണമ്പറ്റ റൂട്ടിൽ യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. അതിമനോഹരമായിട്ട് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടും. അത്രയും പ്രകൃതി ഇവിടെ അത്രയും ഭംഗിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ചുറ്റും മരങ്ങളും കാടുകളും ഒക്കെ ആയിട്ട് അതിന്റെ ചുവട്ടിൽ അങ്ങോട്ട് നേരെ ഇറങ്ങി കഴിഞ്ഞാൽ പാടാണ്. അപ്പൊ എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള തിരുമേനിയോട് ചോദിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നിങ്ങൾ ഓരോ വീഡിയോകളും ഷെയർ ചെയ്യുമ്പോഴും ലൈക്ക് ചെയ്യുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള മറ്റുള്ള ക്ഷേത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ, ഇതാണ് തോട്ടര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഏകദേശം 500 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു. കൃത്യമായ ചരിത്ര രേഖകളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിലില്ല. മുന്നിലുള്ള മതിലിന്റെ ഒറ്റക്കല്ലിന്റെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിലും ഒറ്റക്കല്ലിൽ തീർത്ത കവാടത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഏകദേശ പഴക്കം നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. പഴയ കാലത്ത് പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു ദേശക്ഷേത്രം തന്നെയായിരുന്നു ഇത്. ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെങ്കിലും പഴമയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെയാണ് ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നത്. ക്ഷേത്രമുറ്റത്ത് കാണുന്ന വലിയ മതിലും കവാടവും ആരെയും അത്ഭുതപ്പെടുത്തും. മാടമ്പി മനക്കാരുടെ കയ്യിൽ നിന്നും കയ്യന്തം മനക്കാരുടെ കയ്യിലേക്ക് കൈമാറി വന്നതാണ് ഈ ക്ഷേത്രം. ശ്രീകൃഷ്ണ ജയന്തി വളരെ വിപുലമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഉപദേവനായി ഗണപതി പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൽ ശാന്തമായ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഭക്തർ ദിവസം മുഴുവനും ഇവിടെ ഭജനമിരിക്കാറുണ്ട്. നെയ്വിളക്കാണ് പ്രധാന വഴിപാട്. കാര്യസിദ്ധിക്കും രോഗശമനത്തിനും ഇവിടെ നെയ്വിളക്ക് വഴിപാട് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഈ വഴിപാട് കഴിച്ച് ഫലമുണ്ടായ ഭക്തർ തന്നെയാണ് ഇവിടെ വാതിലും അനുബന്ധ സാധനങ്ങളും സമർപ്പിച്ചിട്ടുള്ളത്. നാലമ്പലം അടയ്ക്കാറില്ല എന്നതും ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഏതൊരു ഭക്തനും ഏതു സമയത്തും തൊഴുതു മടങ്ങാം. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്തു നിന്നും മണ്ണമ്പറ്റ റോഡിൽ 3 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം. മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്തു നിന്ന് മണ്ണമ്പറ്റ റൂട്ടിൽ 3 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താലും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. എൻ്റെ പേര് നീലകണ്ഠൻ. ഇവിടെ കൈകണ്ടത്ത് ആണ്. എൻ്റെ ഇല്ലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ തോട്ടര ശ്രീകൃഷ്ണ ക്ഷേത്രം. ഈ ക്ഷേത്രം ഇതിൻ്റെ ഐതിഹ്യം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതുവരെ ആർക്കും കേട്ടില്ല. ഈ ദേശത്തിൻ്റെ ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. കാരണം ഇത് തോട്ടര ദേശമാണ്. അപ്പോൾ ഈ തോട്ടര ദേശം പഴയകാലത്ത് പല ക്ഷേത്രങ്ങളും ഇതുപോലെ ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ ദേശം അറിയപ്പെടുന്ന പല സ്ഥലത്തും ഉണ്ടത്. ഇതിപ്പോൾ പുരാതനമായിട്ടുള്ളതാണ് എന്നാണ് ഇപ്പം ഇതിൻ്റെ ഒരു വാസ്തു. ഇപ്പോൾ ഈ മതിൽ കുറേ ഭാഗം ഇടിഞ്ഞു പോയതാണെങ്കിലും പിന്നെ ഈ ഇവിടെ ഒരു ഗോപുരം ഉണ്ടായിരുന്നിരിക്കണം, അതിൻ്റെ അവശിഷ്ടമാണ് അത് കാണുന്നത്. ഈ ഇതുപോലെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് വീണുപോയി, അതിൻ്റെ മണ്ണിൽ വീണുപോയി. ഇപ്പം ഈ കിഴക്ക് ഭാഗത്തുള്ളത് കണ്ടാൽ അതിൻ്റെ ഒരു പ്രാചീന സ്വഭാവം ഏകദേശം മനസ്സിലാവും.
ഇത് ഇവിടെ അടുത്ത് മാടമ്പി എന്ന് പറയുന്ന ഒരു ഇല്ലക്കാരുടെയാണ് പഴയ കാലത്ത്. അവര് ഞങ്ങളെ, അതായത് ഈ കയ്യണ്ടം അവര് നോക്കാൻ ഏൽപ്പിച്ചതാണ്. ഈ ക്ഷേത്രം കുറെ കാലം മുമ്പ്. അന്ന് മുതൽ ഞങ്ങളാണ് ഇവിടെ നോക്കുന്ന. ഒരു നേരമാണ് പൂജ പതിവുള്ളൂ, രാവിലെ. അതിപ്പോ ഞങ്ങൾ അവിടുന്ന് നേരിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് നേരിക്കും. പിന്നെ എന്തെങ്കിലും വഴിപാട് വേണമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ് ചെയ്തു കൊടുക്കും. നെയ്വിളക്കാണ് ഇവിടെ പ്രധാനമായിട്ട്. അപ്പൊ ഈ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ബോർഡിന്റെ എയ്ഡോ അല്ലെങ്കിൽ പഴയ കാലത്ത് ഭൂസ്വത്തും ഇവിടെ അധികം ഉള്ളതായിട്ട് കുറച്ചെന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രയൊക്കെ ഉള്ളൂ. പഴയ കാലത്ത് തന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് ഉത്സവം ആഘോഷമൊന്നും പണ്ടും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ല, മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ ഉത്സവമൊന്നും ഒന്നും പറയണത്. അഷ്ടമിരോഹിണി മാത്രം ആഘോഷമായിട്ട് നറമാലി അതൊക്കെ ആയിട്ട് നടത്താറുണ്ട്. പിന്നെ ഇപ്പോ ഒരു 4-5 വർഷം മുമ്പ്, ഏകദേശം ഒരു 3-4 വർഷം മുമ്പാണ് ഇത് പുതുക്കി വെച്ചാൽ മുഴുവൻ പൊളിച്ച് തേക്ക് പടി ഉണ്ടായിരുന്നു. അമ്പലത്തിൽ തന്നെ വലിയ തേക്കുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ലേബർ ഞങ്ങളൊക്കെ എടുത്ത്, ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ഈ എടുത്ത് ആ പണി കഴിച്ചിട്ടു. ഈ സ്ട്രക്ചറിന്റെ കഴുക്കോല ഒരു 3 മാസത്തെ കംപ്ലീറ്റ് പണി കഴിച്ചിട്ടു. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് നിലം ടൈൽസ്. അത് ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ സഹായം കൊണ്ട്, സാമ്പത്തികമായിട്ട് അവരുടെ സഹായം കൊണ്ട് ആണത് ഈ നിലംപണി കാര്യങ്ങൾ നടന്നത്. ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഒരു പണ്ട് ഈ വെൽക്കപ്പര ഉണ്ടായിരുന്നു. നല്ല ഗംഭീരമായിട്ടുള്ളൊരു, അത് കേടുവന്ന് ഇനിയിപ്പോ അതിൻ്റെ ഒരു പണിയുണ്ട്. അതിപ്പോ അടുത്ത് തന്നെ നടത്തണം എന്നുള്ള ഇതിലാണ്. ഇതൊക്കെ പിന്നെ പഴുത്ത ആ കരിങ്കല്ലില് അതൊരാൾ വഴിപാട് ചെയ്തതാണ്. അതിന്റെ പണ്ട് ഇതായിരുന്നു. ആ ഈ വാതിലിന് പകരം വാതിലിന്റെ ഇതായിരുന്നു ഇവിടെ കിടന്ന്. അതിപ്പോ ഒരാൾ വഴിപാട് ചെയ്ത കരിങ്കല്ലില് ആണ് അത് ചെയ്തെന്ന്. മുഴുവൻ അയാളുടെ വക. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വഴിപാട്. നെയ്വിളക്കാണ് പ്രധാനമായിട്ട്. ഇവിടുത്തെ ആവശ്യത്തിനുള്ളതൊക്കെ വഴിപാടായിട്ട് കിട്ടും. അല്ല, നെയ്വിളക്ക് കഴിച്ചിട്ട് ആളുകൾക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അവരാണ് ഈ വഴിപാടുകൾ വന്ന് ചെയ്യുന്നത്. പിന്നെ വളരെ നെയ്വിളക്ക് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്ന? അവര് കാര്യസാധ്യത്തിന് വെച്ചാ അവര് പിന്നെ അതാണ് അവര് നെയ്വിളക്ക് നെയ്യ് കൊണ്ടുവന്ന് തരും. ചിലര് വിളക്കും കൊണ്ടുവരും, ചിലര് 1 ലിറ്റർ ഉണ്ട് അവനവന് നെയ്യ് കൊണ്ടുവന്ന് തരും. നെയ്യ് ഇവിടെ കൊണ്ടുവന്ന് ഈ അമ്പലം ഒരിക്കലും പൂട്ടിയിടാറില്ല. പണ്ട് കാലത്ത് എന്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് 63 വയസ്സായി. എന്റെ ഓർമ്മ വെച്ച മുതൽ ഇത് പൂട്ടിയിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഓരോ സമയത്ത് ആൾക്കാർ വന്ന് ആർക്കാച്ച വന്ന് തൊഴാം, എത്ര ജപിക്കുകയെ എന്താ ചാച്ചി അല്ല. അന്ന് പാടത്ത് പണി ഉണ്ടാവുന്ന കാലത്ത് ചില ആൾക്കാർ പണി കഴിഞ്ഞാൽ അവിടെ വലിയൊരു കുളമുണ്ട്. അപ്പോൾ ഉപയോഗിക്കില്ല. പണ്ട് ഈ പ്രദേശത്തുള്ള മുഴുവൻ, ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മുഴുവൻ കുട്ടിക്കാലത്തും കുട്ടികളും വലിയ കുളമാണ്. ഇപ്പൊ അത് നേരെയാക്കണമെന്ന് ഉദ്ദേശമുണ്ട്. അതിന് ചില സാങ്കേതിക പ്രശ്നം അത് ഏകദേശം പരിഹരിച്ചു കഴിഞ്ഞു. സർക്കാർ പഞ്ചായത്തിന്റെ എയ്ഡോടുകൂടി അല്ലാതെ നടക്കില്ല. വലിയ കുളമാണ്, ആഴമില്ല, അക്കരെ വരെ നടന്നു പോവാ. പാറയാണ്, അടിയിൽ മുഴുവൻ പാറയാണ്. അപ്പൊ ഒരു കഴുത്തിന് അങ്ങനെ ഒരു കുളമാണ്. അത് കേടൊന്നുമില്ല. പഴയ കടവുകളുടെ ഒക്കെ ഒന്നും കേടൊന്നുമില്ല. ഈ നല്ല വെട്ടുകൽ. പിന്നെ ഈ പാടത്ത് പണിയുന്ന ആൾക്കാർ ചിലപ്പോ നട്ടുച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കുളിച്ച് ഉച്ചയ്ക്കും ഇവിടെ വന്ന് തൊഴും. വൈകുന്നേരം വരെ എപ്പോ വേണമെങ്കിൽ അത് ആർക്ക് സ്വതന്ത്രമായിട്ട് ആർക്ക് വേണമെച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്.
ഇവിടെ ഉപദേവന്മാരില്ല അല്ലേ? ഗണപതി ഗണപതി ഗണപതിയാണ്. അതെവിടെ പ്രതിഷ്ഠ? അത് തൊട്ടപ്പുറത്ത് ഉള്ളിലാണോ? ആ ഉള്ളിൽ തന്നെ. അതെ. കടപ്പള്ളിയുടെ. അപ്പൊ ആളുകൾ ഈ നെയ്വിളക്ക് കഴിച്ചവരൊക്കെ വന്ന അനുഭവങ്ങൾ പറയാറുണ്ട് അല്ലെ, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അവര് വന്ന് പിന്നെ കുറെ ഇങ്ങനെ കാട് പിടിച്ച് അതൊരു 2-3 തവണ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർ അവരുടെ സേവനമായിട്ട് വന്ന് വിട്ടും. പിന്നെ ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് നമ്മള് ഈ വള്ളിമുടലാരം ഒക്കെ അത് നമ്മളവിടെ നിർത്തിയതാണ്. വെച്ചാ പെട്ടാതെ നിർത്തിയത് ഇതല്ലായിരുന്നു. ചിലത് സ്വാഭാവികമായിട്ട് ഇപ്പൊ പല ചെടികളും ചിലപ്പോ എവിടെയും കാണാത്ത ചില ഇതൊക്കെ പുല്ലാനി വള്ളിയൊക്കെ ഇതൊക്കെ എന്ത് മരണ്ടല്ലോ എന്താന്ന് ചോദിച്ചാൽ നമുക്കും അറിയില്ല. ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും നിങ്ങളുടെ കണക്കില്? ഇപ്പൊ ഈ തച്ചുശാസ്ത്രജ്ഞ അവരൊരാള് അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ അവര് കണക്കാക്കുന്നത് ഈ മതിലിന്റെ ഇത് വെച്ചിട്ടാ കാലഘട്ടം കണക്കാക്കുന്നത്. അപ്പൊ ഈ എന്താ ഇതിന്റെ പേര് എനിക്ക് ചോദിച്ചാൽ അത് ഒരു മതിലിന്റെ വലിപ്പം, പിന്നെ ഈ ഗോപുരത്തിന്റെ അതൊക്കെ നോക്കുമ്പോ ഉള്ള കാലഘട്ടമാണ് അവര് അങ്ങനെയാണ് അവര് കണക്കാക്കുന്നത്. ഇപ്പൊ മതിലിപ്പോ മതിലൊക്കെ കണ്ടില്ലേ, അപ്പൊ അതിന്റെ അടി ഇങ്ങനൊരു ആന വയറ് എന്തായാലും ഗജ എന്താന്ന് ഒരു പേരുണ്ടോ തോന്നുന്നു. അതിന്റെ ഉള്ളില് അതിങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് പല ഭാഗവും. കുറെ ഭാഗം നിൽക്കണ്ട, കുറെ ഭാഗം ഇതായിപ്പോയി. പിന്നെ ഇപ്പൊ ഇത് കല്ല് ഇത് ഒറ്റക്കല്ലാണ്. ഇതിപ്പോ ആ കാലത്ത് എങ്ങനെയാ ആൾക്കാർ കൊണ്ടുവന്ന് വെച്ചതാവണല്ലോ, അല്ല ഈ കരിങ്കൽ ഇതേ പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ആ മണ്ണിന്റെ അടിയില്. പിന്നെ ഈ തെക്ക് ഭാഗത്താണ് ഈ കുളം, വലിയ കുളമാണ്. അവരങ്ങനെ ഒരു പ്രത്യേക 500 വർഷം നമുക്ക് കണക്കാക്കണം. അല്ല ഇത് വെച്ചിട്ട് പിന്നെ ഈ ഗ്രാമക്ഷേത്രം വെച്ചാൽ തോട്ടര ഈ പ്രദേശം തോട്ടര ദേശമാണ്. ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പേരും തോട്ടര ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. ഇവിടെ വന്നതിനെ കുറിച്ചുള്ള ഐതിഹ്യമൊന്നുമില്ല അല്ലെ? ഇത് ഈ മാടമ്പി എന്ന് പറയുന്ന പെരുമനും അവരും പൂർവികമായിട്ട് അവര് ഈ പ്രദേശത്തെ മുഴുവൻ പഴയ കാലത്ത് ഈ രാജാവിന്റെ നികുതി അങ്ങനെ അധികാരം ഉണ്ടായിരുന്നവരായിരുന്നു അത്ര. അവര് ഇതൊക്കെ ചെയ്ത മാടമ്പി മനക്കാര് അവര് മറ്റേ യാഗം ഞങ്ങളുടെ ബന്ധുക്കളുമാണ്. അവര് ഈ പെരുമനും ഗ്രാമത്തിൽ നിന്ന് പെരുമനാണ് അവരുടെ ഈ ഭാഗത്തുള്ള നമ്പൂതിരിമാര് പൊതുവെ ശുഗപുരം എടപ്പാള് ശുഗപുരം ഗ്രാമക്കാരാണ്. ഋഗ്വേദികളും ഇവര് പെരുമനും. പിന്നെ അത് ചിലപ്പോ ശരിയായിരിക്കണം എറാൾപ്പാട് കരിമ്പുഴ എറാൾപ്പാടിന്റെ ഭരണകാലത്ത് ഈ അദ്ദേഹത്തിന്റെ ഭരണ പ്രദേശത്തെ എല്ലാ ഗ്രാമക്കാരും വേണമെന്ന് പറഞ്ഞ് പെരുമനം ഗ്രാമക്കാരെയും ഒക്കെ കൊണ്ടുവന്ന് ഇവര് പഴയ കാലത്ത് തന്നെ യാഗം ചെയ്ത യാഗം അന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എനിക്ക് ഒരു അടിശ്ശേരി അദ്ദേഹത്തിന്റെ ചെറുതായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം പിന്നെ ആദ്യം ദേശീയ ഇതില് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ആളാണെങ്കിൽ അടിശ്ശേരിപ്പാട് എന്ന് പറയണം. അദ്ദേഹം മരിച്ചിട്ട് കുറെ കാലമായി. അദ്ദേഹത്തിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവര് പിന്നെ ഈ ഭാഗത്തുള്ള ഭൂസ്വത്തൊക്കെ അവരുടെയായിരുന്നു ആ ഭാഗത്ത്. പിന്നെ അവരെ കൊണ്ട് നോക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളതില് തൊട്ടടുത്തുള്ള ഞങ്ങളെ ഏൽപ്പിച്ചു. കയ്യണ്ടത്ത് ഞങ്ങളുടെ മാടമ്പി മനക്കാരാണ് നിങ്ങളെ ഏൽപ്പിച്ചത്. അതെ. അപ്പൊ ഇതിനൊക്കെ അവരും സഹായിച്ചിട്ടാണ് ഇപ്പൊ അവിടെ പഴയ തലമുറ ഈ പുതുക്കി പണിയാനൊക്കെ. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തില് ഈ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള സാധാരണ ആൾക്കാരുടെ പല ആൾക്കാരുടെ നല്ല സഹായം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ടൈൽസ് പണി, നിലം പണി ഇനിയിപ്പോ ഇതിപ്പോ ഇതിനുള്ള ഇതായിട്ടുണ്ട്.
അല്ല ആൾക്കാരുടെ മരണ്ട ഈ വെൽക്കപ്പരെ അന്ന് ഈ കാലത്ത് ഈ ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും ആണല്ലോ. അപ്പൊ ഈ പലരുടെയും കോമൺ സ്റ്റഡി ഈ വെൽക്കപ്പരയിൽ ഇരുന്നിട്ടാ.